സിറാജ് ലൈവ് ഓഫ് ബീറ്റിലേക്ക് സ്വാഗതം. മാനവ ഐക്യത്തിൻ്റെ ഗീതങ്ങൾ പാടി സമൂഹ മനസ്സുകളെ ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യവുമായി SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി നയിക്കുന്ന മാനവ സഞ്ചാരം ഞായറാഴ്ച സമാപിക്കുകയാണ്. ഡിസംബർ 16 കാസർകോട്ട് നിന്ന് തുടങ്ങി അയൽ ജില്ലയായ നീലഗിരി ഉൾപ്പെടെ 15 ജില്ലകളിലൂടെ പ്രയാണം പൂർത്തിയാക്കിയിട്ടാണ് യാത്ര തിരുവനന്തപുരത്ത് കനകക്കുന്ന് നിശാഗന്ധിയിൽ സമാപിക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ 10-15 ദിവസമായി കേരളത്തിലെ വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി ഈ മാനവ സഞ്ചാരം മാറിക്കഴിഞ്ഞു. മനുഷ്യ മനസ്സുകൾ അകന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് മനുഷ്യ മനസ്സുകളെ ചേർത്തു പിടിക്കുക, യുവജനങ്ങളെ ശക്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളുമായിട്ടാണ് മാനവ സഞ്ചാരം പുരോഗമിക്കുന്നത്. മാനവ സഞ്ചാരം തുടരുമ്പോൾ മാനവ സഞ്ചാരം ഈ കഴിഞ്ഞ 15 ദിവസം കേരളത്തിലുണ്ടാക്കിയ അലയൊലികൾ എന്തൊക്കെയാണ്? ഈ വിഷയമാണ് ഇന്ന് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത്. സ്വാഗതം. സോമാഷേ, മാനവ സഞ്ചാരം യഥാർത്ഥത്തിൽ 1999-ലും 2012-ലും കാന്തപുരം ഉസ്താദ് നയിച്ച കേരള യാത്ര, നമ്മൾ വലിയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട 2 യാത്രകളാണത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് മാനവ സഞ്ചാരത്തെ കാണാൻ കഴിയുക. സമൂഹത്തിനിടയിലേക്ക് പണ്ഡിതർ ഇറങ്ങിച്ചെന്ന് ജാതി മത ഭേദമന്യേ ആളുകളെ കാണുകയും മനുഷ്യൻ എന്ന സംസ്കാരത്തെ, മനുഷ്യൻ, മാനവികത ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവുകളിലൂടെ നടക്കുകയാണ്. ഈ മാനവ സഞ്ചാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രഭാത നടത്തവും സായാഹ്നത്തിലുള്ള ഒരു സൗഹൃദ നടത്തവും ഒക്കെയാണ്. അപ്പം വളരെ വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് യാത്ര മുന്നേറി. അത് ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അത് ഞായറാഴ്ച ഡിസംബർ 1 അത് ഇവിടെ അവസാനിക്കും, നമ്മുടെ തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. മുസ്തഫാഷ് ഇതിൻ്റെ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. എങ്ങനെയാണ് ഈ വാർത്തയെ, ഈ മാനവ സഞ്ചാരത്തെ കാണുന്നത്? നേരത്തെയുള്ള കേരള യാത്രയിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്നാണ് ചോദ്യമെങ്കിൽ, ഇത് യുവജനങ്ങളെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ബഹുജനങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇതൊരു യുവജന യാത്രയായാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. സുന്നി യുവജന സംഘമാണ് അത് നടത്തുന്നത്. ഡോക്ടർ ഹക്കീം അസ്ഹരി ഉസ്താദാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് വളരെ കൗതുകകരമായ ഒരു കാര്യം, ഞാൻ തൃശ്ശൂരിലെ സംഗമത്തിൽ, സമാപന സംഗമത്തിൽ, മാനവ സംഗമത്തിൽ അവിടുത്തെ ഒരു പോലീസ് ഓഫീസർ, ഉന്നതനായൊരു പോലീസ് ഓഫീസർ സംസാരിക്കുന്നു. അദ്ദേഹം ഇതിന് പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തോട്, സംഘാടകരോട് ചോദിച്ചു പോലും, നിങ്ങളുടെ ഈ മുദ്രാവാക്യം യുവജനങ്ങളെ ആകർഷിക്കുന്ന ഒന്നല്ലല്ലോ. അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മുറി ഒരു പ്രത്യേകതരം മലയാളമാണ് പറയുന്നത്. അല്ലല്ലോ, നിങ്ങൾക്ക് കുറച്ച് ഒരു 10-100 യുവാക്കളെങ്കിലും അവിടെ എത്തിക്കാൻ സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ അത് മാത്രമല്ല, മാനവ സഞ്ചാരം എന്ന് പറഞ്ഞ ആ ടൈറ്റിൽ തന്നെ അതിനകത്തൊരു അട്രാക്ഷൻ, യുവജനങ്ങളെ അട്രാക്ട് ചെയ്യുന്ന എന്നൊരു തരത്തിലൊരു അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആ പ്രസംഗത്തിൽ എടുത്തു പറയുകയാണ്, ഇവിടെ കൂടിയിട്ടുള്ള ഈ യുവജനങ്ങളെ ഞാൻ കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എൻ്റെ യുവജനങ്ങളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ടാസ്ക്കാണ്, വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ അത് വലിയ ബുദ്ധിമുട്ടാവുമ്പോൾ തന്നെയും അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സാമൂഹിക സംഘടനകളും യുവജനങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാലമാണിത്. കാരണം വളരെ നിരുത്തരവാദപരമായ, യാതൊരു തരത്തിലെ രാഷ്ട്രീയവും സൂക്ഷിക്കാത്ത, ഞാൻ പറഞ്ഞ കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരു യുവതയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ബോധപൂർവം നടക്കുന്ന സമയത്താണ് ഈ യാത്രയിൽ യുവജനങ്ങൾ പങ്കെടുക്കുകയും യുവജനങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. മറ്റൊന്ന് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു കാര്യം, ഞാൻ വളരെ അഭിമാനപൂർവ്വം ഇതിനെ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഈ യാത്രക്കുള്ളൊരു സ്ട്രക്ചറുണ്ട്, അതിനൊരു ഫാന്റാസ്റ്റിക് സ്ട്രക്ചറാണെന്ന് നമുക്ക് പറയാം. അതെന്ന് വെച്ചാൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ ഏർലി ബേർഡ് എന്ന നിലയിൽ പ്രഭാത നടത്തം ഉണ്ടാകുന്നു. ഈ ഒരു ജില്ലയ്ക്ക് ഒരു ദിവസമാണ് ഇത് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെയാണ്.
ജില്ലയ്ക്കൊരു ദിവസമാണ്. അപ്പോൾ ആ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രഭാത നടത്തം നടക്കുന്നു. അതിന്റെ പ്രധാന യാത്രക്ക് പുറമെ വിവിധ കേന്ദ്രങ്ങളിൽ ഹക്കീം ഉസ്താദും ത്വാഹ തങ്ങളൊക്കെ അടങ്ങുന്ന ഉന്നത നേതൃത്വം പ്രധാന പോയിന്റിലുണ്ടാവും. എന്നാൽ അതിന് സമാന്തരമായി വിവിധ സോൺ കേന്ദ്രങ്ങളിൽ നടത്തങ്ങൾ ഉണ്ടാവും. ആ നടത്തത്തിനകത്ത് ആരാ പങ്കെടുക്കുക? സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്. അതാണ് ഈ സംസ്ഥാന കമ്മിറ്റി അംഗം ആ സോണിലെ ഒരു കേന്ദ്രത്തിൽ താമസിക്കുന്നു തലേന്ന് പോയി. നിങ്ങൾ നോക്കണം, അതിന്റെ ഒരു സ്വാധീനം നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കാം, സ്വദേശം തിരുവനന്തപുരത്തുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കാം എൻ്റെ നാട്ടിലെ സോണിൽ താമസിക്കാനും ഈ പ്രഭാത നടത്തത്തിനും വരുന്നത്. അവിടെ ഒരു സംഘടനാപരമായ ഒരു വലിയൊരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. മാത്രവുമല്ല രാവിലെ അവിടെ നടക്കുന്ന പ്രാദേശികമായ ഒരു ഇവന്റ് എന്ന നിലയിൽ അവിടെ സംഘടനാ രംഗത്തുള്ളവർ മാത്രമല്ല അതിൽ പങ്കെടുക്കുന്നത്, എല്ലാ വിഭാഗം ജനങ്ങളും നടക്കുന്നു. ഈ നടക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയൊരു വാവ്, ദാറ്റ്സ് വളരെ ഗംഭീരമായൊരു ഒരു സംഗതി അതിനകത്തുണ്ട്. എന്താണത്? ഈ മനുഷ്യർ സാധാരണ പോലെ നടക്കുകയാണ്. കൊടികളില്ല, മുദ്രാവാക്യം ഇല്ല, ചങ്കിടിക്കുന്നത് എന്താ പറയുക, കാതടപ്പിക്കുന്ന അനൗൺസ്മെന്റുകളില്ല. ഇതെന്താണ് നടക്കുന്നതെന്ന് അറിയാൻ മാത്രം സാധാരണ പ്രഭാത നടത്തത്തിന്റെ സ്റ്റൈൽ തന്നെയാണ്. ഒരുപക്ഷെ അവരുടെ ജീവിത പ്രശ്നങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവുക, തൊഴിൽ പ്രശ്നങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവുക, പുതിയൊരു സംരംഭക ആശയമായിരിക്കാം ഈ കൈകോർത്ത് നടക്കുമ്പോൾ സംസാരിക്കുന്നുണ്ടാവുക. നോക്കൂ, എത്ര മനോഹരമാണ് ആ നടത്തം എന്ന് പറയുന്നത്. രണ്ടാമതായി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ യുവജനങ്ങൾ തമ്മിലുള്ള ടേബിൾ ടോക്കാണ്. അത് യുവജന നേതാക്കൾ അതിനകത്ത് പങ്കെടുക്കും. ഇനി പാർട്ടികളുടെ ആളുകളാണ്. അത് നമ്മൾ സാധാരണ പറയും പോലെ എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവർക്കും റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന പരിപാടിയല്ല. അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നവരാണ് അവിടെ പങ്കെടുക്കുന്നത്. മാത്രമല്ല അവർ വലിയൊരു ഡയസിന്റെ മുകളിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത്, എല്ലാവരും കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ യുവാക്കളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, യുവാക്കളുടെ തൊഴിലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് യുവാക്കൾ പുറത്തേക്ക് പോകുന്നത് പോലെയുള്ള യുവാക്കളെ മാത്രം യൂത്ത് സെൻട്രിക് ആയ വിഷയങ്ങൾ തന്നെയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ സംരംഭക സമ്മേളനമുണ്ട്, സംഗമമുണ്ട്. അത് കഴിഞ്ഞാൽ മീഡിയ വിരുന്ന്, മാധ്യമ വിരുന്ന്, നമുക്ക് പ്രത്യേകിച്ച് സന്തോഷിക്കാവുന്ന കാര്യമാണ്. അതിനൊന്നുമില്ല, ഒരു ഭക്ഷണം കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണ്. അതിനകത്തൊരു ഒരു തീർച്ചയായും ഹക്കീം ഉസ്താദും നേതാക്കളും ഒക്കെ തങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവും. നിശ്ചിതമായ വാർത്താ സമ്മേളനം തന്നെയാണ് എല്ലായിടത്തും നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ചൂടേറിയ വിഷയങ്ങളൊക്കെ ഈ യാത്രയുടെ ഈ സഞ്ചാരത്തിന്റെ സമയത്തുണ്ടായിരുന്നതിൽ അതും വളരെ പോസിറ്റീവായ കാര്യമാണ്. ഈ വാർത്താ ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. അവിടെയൊക്കെ ഇസ്ലാമിക് ടേംസ്, ഇസ്ലാമിലെ പദങ്ങൾ, വഖഫ് പോലത്തെ പദങ്ങൾ, അതുപോലെ ഹലാൽ പോലത്തെ പദങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പം വളരെ അയഞ്ഞിരുന്നത് ചോദിക്കാൻ പറ്റും, മാധ്യമപ്രവർത്തകർക്ക് സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. നമ്മൾ ഈ സംസാരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പല തെറ്റിദ്ധാരണകളും ഒരുപക്ഷെ അവിടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ നേതാക്കൾക്ക് തന്നെയും ഇത്തരം മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ പരിചയപ്പെടുന്നതിന് മറ്റും സാധിക്കുന്നു. അത് കഴിയുമ്പോൾ ഒരു പ്രാസ്ഥാനിക സമ്മേളനം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഈ പ്രാസ്ഥാനിക സമ്മേളനം മാത്രമാണ് യഥാർത്ഥത്തിൽ സംഘടനയുടേത് എന്ന് പറയാവുന്നതായിട്ട് നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരം മാനവ നടത്തം അവിടെ നടക്കുന്നു, അല്ലേ? ഒരു ഹ്യൂമൻ വാക്ക്, അല്ലെ? ഒരു ഹ്യൂമാനിസത്തിന് വേണ്ടിയുള്ളൊരു നടത്തം. അത് വലിയ സംഗമം തന്നെയാണ്. വലിയ തോതിലുള്ള സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിവിധ മതനേതൃത്വത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, മതമേധാവികളായ ആളുകൾ എല്ലാവരും അവിടെ പങ്കെടുക്കുന്നു. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ആ നടത്തം എന്ന് പറയുന്നത്. മലപ്പുറത്ത് നിന്നൊക്കെയുള്ള ദൃശ്യം കണ്ടാൽ നമുക്ക് വലിയ അത്ഭുതം തോന്നുന്നു. അതിമനോഹരമാണ്. നിറഞ്ഞൊഴുകി നടക്കുന്നു, അവർ നടക്കും. അതിനും പറഞ്ഞതുപോലെ കൊടികളില്ല, മുദ്രാവാക്യങ്ങളില്ല, ശബ്ദകോലാഹലങ്ങളില്ല, വളരെ ഗംഭീരമായി മനുഷ്യർ നടക്കുന്നു. മനുഷ്യർ നടക്കുന്നു എന്ന് പറയാവുന്ന നിലയിൽ നടത്തത്തിന് ശേഷം ഒരു സംഗമം ഉണ്ടാവുന്നു. ഈ സംഗമത്തിനകത്ത് ഹ്രസ്വമായ പ്രസംഗങ്ങൾ, വലിയ 10 മിനിറ്റിലേക്ക് 12 മിനിറ്റിലേക്ക് അവകാശം. യാഥാ ക്യാപ്റ്റൻ തന്നെ അതിനകത്ത് വളരെ ചെറിയ പ്രസംഗങ്ങൾ നടത്തുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ പുതിയ പുതിയ ആശയങ്ങൾ അതിനകത്ത് വെക്കുന്നു, നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നു. ആളുകൾ തന്നെയും അപദാനങ്ങളല്ല നടത്തുന്നത്, ഈ സഞ്ചാരം ഗംഭീരം എന്നുള്ള അപദാനങ്ങളല്ല നടത്തുന്നത്. അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഞാൻ മറ്റൊരിടത്ത് കേട്ടിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷൻ പറയുന്നതായി കേട്ടു. അഴുക്ക് എന്നതിന് അദ്ദേഹം ഒരു നിർവചനം വെക്കുകയാണ്. അഴുക്ക്, മാലിന്യം എന്നതിന് അദ്ദേഹം പറയുന്നത് നമുക്ക് നമ്മിലേക്ക് നോക്കാനുള്ള ഒരു അവസരം ഈ മാലിന്യം എന്നുള്ള ആശയം അത് ഈ ചർച്ചയ്ക്കകത്ത് കടന്നു വരുന്നു. നമ്മുടെ മനസ്സിനകത്തുള്ള മാലിന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം, നമ്മളെവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആ മാലിന്യങ്ങളിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ സമൂഹത്തിൽ
അപ്പോൾ നിങ്ങൾ നോക്കണം, ഒരു പുതിയ ആശയഗതികൾ അവിടെ ചർച്ചയിൽ വരുന്നു ഈ മാനവ സംഗമത്തിനകത്ത് എന്ന് തോന്നുന്നു. ഈ സ്ട്രക്ചറാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. അത് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന അനുസരിച്ച് ഓരോ ഇടത്തും അത് അതേ നിലയിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്നു ഒരു ഭാഗത്ത്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു പട്ടാളച്ചിട്ട പോലെയല്ല നടക്കുന്നതിന് വളരെ 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 ഫ്ലെക്സിബിലിറ്റി അതിനുണ്ട്. വളരെ രസകരമായിട്ട് അത് നടക്കുന്നുണ്ട്. നമ്മളെ പത്രപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെ അതാണ്, എന്തൊരു ഗംഭീരമായാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ തമ്പ് എന്താ അതിന് പറയാ, ആ സംഗതി ഞാൻ ആദ്യം അതെ സംഘാടനത്തിനാണ് കൊടുക്കേണ്ടത്. തീർച്ചയായും അതിന്റെ ഉള്ളടക്കത്തിൽ പോകുമ്പോൾ പിന്നെയും പറയാനുണ്ടാവും, തങ്ങൾക്ക് പറയാനുള്ളത് കൂടി ചേർത്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ ഈ യാത്ര കോഴിക്കോട്ടെത്തിയ സമയത്ത് ഹക്കീം ഉസ്താദുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തുകയുണ്ടായി. അപ്പൊ അതിനകത്ത് ഞാൻ സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്ന കുറെ കാര്യങ്ങൾ ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചു. സ്വാഭാവികമായിട്ടും യാത്ര എന്താണ് ലക്ഷ്യമിടുന്നത്, ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള മറുപടിയാണ് ഉസ്താദ് അതിന് തന്നത്. ഉസ്താദ് അതിൽ പറഞ്ഞൊരു കാര്യം ഈ ഒഴിഞ്ഞ തലച്ചോറുകളിലാണ് പിശാച് വസിക്കുന്നത്. അതൊരു പഴഞ്ചൊല്ല് കൂടിയാണ്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ ആളുകളെ എൻഗേജ് ചെയ്യിക്കണം എന്നതാണ്. യുവാക്കളെ നമ്മൾ വെറുതെ ഇരുത്തുമ്പോഴാണ് യുവാക്കൾക്കിടയിൽ മയക്കുമരുന്നായാലും മറ്റു പ്രശ്നങ്ങളായാലും കമ്മ്യൂണൽ പ്രശ്നങ്ങളായാലും വർഗീയതയായാലും ഇതൊക്കെ കടന്നു വരുന്നത്. അവരെ നിരന്തരം ചലിപ്പിക്കുക, അവർക്ക് നിരന്തരമായിട്ട് പ്രവർത്തനങ്ങൾ നൽകുക എന്ന നിലയിലേക്ക് കൊണ്ടുവരികയും അവരെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുക എന്നതുവഴി ഒരു യുവശക്തി നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് ഉസ്താദ് അന്ന് പറഞ്ഞതിന്റെ താല്പര്യം. എനിക്ക് തോന്നുന്നു ഈ ഒരു മാനവ സഞ്ചാരം നമ്മൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കാണുമ്പോൾ, ഇപ്പോൾ മാഷു പറഞ്ഞതുപോലെ എന്നെയും ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിൻ്റെ ആ സംഘാടന മികവ് തന്നെയാണ്. അപ്പൊ ആ മാനവസഞ്ചാരം ഇങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലായിടത്തും വലിയ തോതിലുള്ള യുവജന പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ യുവജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട്, യുവജനങ്ങളുടെ തന്നെ ഒരു പരിപാടിയായിട്ട് മാറുന്ന കാഴ്ചയുണ്ട്. മറ്റൊന്ന്, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആവലാതി കൊള്ളുന്നതും നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതും വിവിധ സമൂഹങ്ങൾ തമ്മിലുണ്ടാകുന്ന കമ്മ്യൂണൽ ഹാർമണി അത് നഷ്ടപ്പെട്ടു എന്നതാണ്. ഇപ്പം ക്രൈസ്തവ വിഭാഗത്തിന് ഇസ്ലാമിനെ കാണുമ്പോൾ വിരോധം, ഒരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ പേരിൽ തീവ്രവാദം ആരോപിക്കപ്പെടുന്ന രീതിയിലേക്ക് ആളുകൾ കടന്നു വരുന്നു, അവർക്ക് മറ്റു മതസ്ഥരുമായിട്ട് പ്രശ്നം, ഇങ്ങനെ തുടങ്ങി നമ്മുടെ കമ്മ്യൂണൽ ഹാർമണിക്കകത്ത് വലിയ ഭിന്നതയുണ്ട്. അപ്പോൾ എനിക്കിതിന് അനുഭവമുണ്ട്. നമ്മൾ മുമ്പൊരിക്കൽ 1-2 തവണ ചില വിഷയങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ക്രൈസ്തവവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ചില ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയൊക്കെ, ഒരു പ്രധാനപ്പെട്ട ക്രൈസ്തവ മേലധ്യക്ഷനെ ഞാൻ ഒരു സമയത്ത് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ചില വിലക്കുകളുണ്ട് എന്ന രീതിയിലാണ്. അത് കൃത്യമായിട്ട്, കാരണം ഇസ്ലാമിക സമൂഹവും ക്രൈസ്തവ സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധത്തിനകത്തുണ്ടായ ഒരു വിള്ളൽ, അതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ മതസമൂഹങ്ങൾ തമ്മിൽ, കമ്മ്യൂണിറ്റികൾ തമ്മിലായാലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലായാലും ഒക്കെ വലിയ വിള്ളൽ നിൽക്കുന്ന ഒരു കാലത്താണ് SYS ഈ മനുഷ്യരെ എല്ലാവരെയും ഒരു ടേബിളിന് ചുറ്റും അല്ലെങ്കിൽ ഒരു വേദിയിൽ ചേർത്ത് നിർത്തുന്നത്. ഉസ്താദ് എന്ന ഇൻ്റർവ്യൂവിനകത്ത് പറയുകയുണ്ടായി, ഉസ്താദിനോട് പല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഈ മാനവസഞ്ചാരത്തിൽ എത്തുമ്പോൾ ഉസ്താദിനോട് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എതിർച്ചേരികളിൽ നിൽക്കുന്ന ഞങ്ങളെ ഒരു ടേബിളിന് ചുറ്റും ഇങ്ങനെ കൂട്ടിയിരുത്താൻ അത് SYSനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. കാരണം SYSന്റെ മുന്നിൽ എല്ലാവരെയും മനുഷ്യരായി കാണാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു മനസ്സ് അത് ഈ സംഘടന ഈ കാലത്തിന് 70 വർഷത്തിനിടയ്ക്ക് നേടിയെടുത്തിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഘടനയായിട്ട് SYSന്റെ ആദർശങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ ഒരു ആദർശം കൂടി SYS മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ആളുകളെല്ലാം ഇത് ആകർഷിക്കുന്നത്. വലിയ ക്രൈസ്തവ മേലധ്യക്ഷന്മാരായിട്ട് വലിയ ക്രൈസ്തവ സഭകളുടെ തലവന്മാരൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ പറയുന്നത്, അവർക്കൊക്കെ ആഗ്രഹമുണ്ട് കേരളത്തിൽ ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയായാലും മതേതരത്വമായാലും മനുഷ്യർ തമ്മിലുള്ള സൗഹൃദമായാലും ഇതൊക്കെ വീണ്ടെടുക്കണമെന്ന്. ഇപ്പോൾ നമ്മളിപ്പം ഈ യാത്ര കടന്നു പോകുന്നത് ഒരു ജില്ലയിൽ ഒരു ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഈ യാത്രക്ക് മുന്നോടിയായിട്ട് സൗഹൃദ ഛായ എന്ന് പറയുന്ന യൂണിറ്റ് തലങ്ങളിൽ ഒരു പരിപാടി നടന്നിരുന്നു. മനോഹരമായിരുന്നു അതിൻ്റെ ഡിസൈനും. കാരണം
നമ്മുടെ ഗൃഹാതുരമായ ഒരുപാട് ഓർമ്മകളെ തട്ടി ഉണർത്തുന്ന. ഇപ്പോൾ നമുക്കറിയാലോ, ഒരു നാട്ടിൻ പുറത്ത് പണ്ടത്തെ കാലത്ത് ചർച്ചകൾ നടന്നിരുന്നത്, ആ നാട്ടിലെ വികസനങ്ങൾ സംസാരിച്ചിരുന്നത്, അവിടെ ആളുകൾ തമ്മിൽ സൗഹൃദം കൂടിയിരുന്നതൊക്കെ ചായക്കടകൾ, ചായമക്കാനികൾ എന്ന് നമ്മൾ വിളിക്കും. ഈ ചായക്കടകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. തെങ്ങോല മേഞ്ഞ ചായക്കടകൾ, അന്നത്തെ കാലം അതിനൊരു ഗൃഹാതുരമായ ഭംഗിയുണ്ട്. അതിനെ ശരിക്കും പുനർസൃഷ്ടിക്കുകയായിരുന്നു ഓരോ യൂണിറ്റുകളിലും ചെയ്തത്. ആ നിലയിലേക്ക് എല്ലാ വിഭാഗം ആളുകളെയും, ഇപ്പം SYS ആണ് ഇത് നടത്തുന്നതെങ്കിൽ പോലും ജാതി മതഭേദമന്യേ ഒരുപാട് ആളുകൾ അതിനകത്ത് പങ്കെടുക്കുകയും ഈ സൗഹൃദങ്ങൾ അത് പുതുക്കപ്പെടേണ്ടതാണ്, മനുഷ്യർക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കപ്പെടാൻ പാടില്ല എന്നൊരു സന്ദേശം അതുവഴി കൊടുക്കുവാനും അത് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി യൂണിറ്റ് തലം തൊട്ട് ഇതിൻ്റെ ഡിസൈനിങ് ശ്രദ്ധേയമാകുന്നത് കൊണ്ട് തന്നെയാണ് ഈ യാത്ര പ്രധാന മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ പോലും അത് കേരളത്തിൽ ഒന്നടങ്കം അതിനൊരോളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അല്ല, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ഇന്റർഫെയ്ത്ത് പിന്നെ ഇൻട്രാക്ഷൻസ് അത് എപ്പോഴും കേരളത്തിൽ നല്ല എല്ലായിടത്തും നടക്കേണ്ടതാണ്. നമ്മൾ പറയും ഇതൊക്കെ ഒരു എന്താണ് തൊലിപ്പുറമേയുള്ള ഒരു ചികിത്സ മാത്രമല്ലേ, ഇതൊരു ഒരു കാഴ്ച മാത്രമല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കെട്ട കാലത്ത്, വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്ന കാലത്ത്, ഏത് വിഷയത്തെയും വളരെ വർഗീയമായി ചിത്രീകരിക്കുന്ന കാലത്ത്, ഒരു ആക്സിഡൻറ്റ് നടന്നാൽ പോലും അവിടെ അതിൻ്റെ ആളുകൾ ഏതൊക്കെ മതക്കാരാണ് എന്ന് ആലോചിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ആ കാഴ്ചയ്ക്ക്, ആ ചിത്രത്തിന് വലിയ അതീവ പ്രാധാന്യമുണ്ട് എന്നും അതൊരു വലിയ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം, ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് അത് കക്ഷി രാഷ്ട്രീയമല്ലെന്നും മനുഷ്യരുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നത്തിലും തനിക്ക് അഭിപ്രായമുണ്ട് എന്ന് രേഖപ്പെടുത്താനുള്ള എന്താ പറയുക ആർജവം, ചങ്കൂറ്റം, അതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം. അത് മനുഷ്യപ്പറ്റിൻ്റെതായി മാറുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ വിഷയം മാത്രമല്ല, നമ്മളൊരു രാഷ്ട്രീയമായ സംഭാഷണം, ഒരു ഡയലോഗ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ഈ സഞ്ചാരം, മാനവ സഞ്ചാരം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് സത്യത്തിൽ ഒരു പക്ഷേ ഡിസൈൻഡ് ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ജാഥ ക്യാപ്റ്റൻ ആണെങ്കിലും വൈസ് ക്യാപ്റ്റൻ ആണെങ്കിലും ജാഥാംഗങ്ങളും പലതരം ആളുകളെ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം തോട്ടം തൊഴിലാളികളെ കണ്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ കർഷകരെ കണ്ടിട്ടുണ്ട്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെ, ചാവക്കാട് മത്സ്യത്തൊഴിലാളികളെ കണ്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇടുക്കിയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചില തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാനവ മനോഹരമായ ദൃശ്യമാണത്. എന്താ പറയുന്നത്, നിങ്ങൾ അധികാരികളുമായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഇതേ സംഭവം മാഷ് പറഞ്ഞപ്പോ ആ സമയത്ത് ഇതേ സംഭവം തമിഴ്നാട്ടിൽ നീലഗിരിയിലുണ്ടായി. നമ്മുടെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ അവരുടെ ഒരു അഡ്വക്കേറ്റ് ആണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു വിദ്യാഭ്യാസപരമായ എന്തൊരു പ്രതിസന്ധിയാണ്, അത് സംബന്ധിച്ച് സർക്കാരിൽ സ്വാധീനം ചെലുത്തണം ഉസ്താദിന് നിവേദനം. ഇതിലൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ഇത് എല്ലാവർക്കും, മനുഷ്യർക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയാം ഇവര് രാഷ്ട്രീയക്കാരൊന്നുമല്ല, ഇവര് നാളെ MLA ആയിട്ടോ മത്സരിക്കാൻ പോകുന്നവരല്ല, ഇവർക്ക് രാഷ്ട്രീയമായ വ്യാമോഹങ്ങളും ഇല്ല എന്നവർക്കറിയാം. എന്നിട്ടും അവരത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ഡയലോഗിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഇവരെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അതവരുടെ മനസ്സിലുണ്ടാകുമെന്നും അവർ മറ്റു കാര്യങ്ങളെല്ലാം പെടുന്നത് പോലെ തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതികമായ രംഗത്തും സാമൂഹികമായ രംഗത്തും ഒക്കെയുള്ള അവരുടെ അഭിപ്രായങ്ങൾ ഉന്നതരെ അറിയിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും പോകുമെന്ന വിശ്വാസം അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടതാണിത്. ഞാനത് രാഷ്ട്രീയക്കാരൊന്നും കുറ്റം പറയല്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒക്കെ ആവിഷ്കരിക്കുന്ന സമയം കൊണ്ട് ഇത്തരം വളരെ നിഷ്കളങ്കമായ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് നടത്തണം. ഇപ്പൊ നിങ്ങൾ നോക്കും, ഞാൻ എന്നെ വലിയ തോതിൽ അഭിമാനകരമായ, അത് വൈറലായി ഏറെക്കുറെ, പിന്നെ ആരാണ് നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികളോട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടി മനോഹരമായ ഒരു വാക്ക് ഉപയോഗിക്കാൻ അതിഥി തൊഴിലാളികളോട് സംസാരിക്കുന്നുണ്ട്. ഒന്നാമത് ഹക്കീം ഉസ്താദിന് പല ഭാഷ അറിയുന്നുണ്ട്. അവരോട് വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. എന്താണ് പേര് എന്നൊക്കെ തുടങ്ങി ചോദിക്കുന്നത്. പക്ഷേ അവരുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ ചോദിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യം ഞാൻ അത്ഭുതപ്പെട്ടു ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇവിടെ ജോലിക്ക് വന്നു, കേരളത്തിൽ ജോലിക്ക് വന്നു, കൂലിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഉണ്ട്, അതൊക്കെ പറഞ്ഞ ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയ ഈ സംഗതി നിങ്ങളെ നാട്ടിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? അത് സുപ്രധാനമായ ഒരു ചോദ്യമാണ്. നല്ലൊരു ചോദ്യമായിരുന്നു അത്. എന്നിട്ട് അദ്ദേഹം ചില ഉപദേശങ്ങളൊക്കെ അദ്ദേഹം നൽകുന്നുണ്ട്. ആ ചോദ്യത്തിന് അവർ കറക്റ്റ് ആൻസർ പറഞ്ഞോ അല്ലെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരം പറഞ്ഞോ എന്നൊന്നും അല്ല പ്രശ്നം.
പക്ഷേ അതൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ഈ തൊഴിലാളികൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് അവരെന്താണ് പഠിച്ചത്, എന്താണ് അവിടെ നാട്ടിൽ കൊണ്ടുപോകുന്നത്, എന്താണ് അവർ കൊണ്ടുപോകുന്നത് എന്നൊരു ചോദ്യം ഒരു ജാഥാ നായകൻ ചോദിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളുമായി സംവദിക്കുന്നു. ഈ സംവാദമല്ലേ വേണ്ടത്? ഈ സംവാദമല്ലേ നമ്മളെ മുന്നിൽ കാണുന്ന ഏത് പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനപരമായ പരിഹാരം എന്ന് പറയുന്നത്? ആ സംവാദത്തിൻ്റെ സാധ്യത ഇത് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ കാര്യം. ഒന്ന്, ഞാൻ ഈ സംഘാടന മികവ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നത് എല്ലാ തലത്തിലും ഈ സംവാദം നടക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മളിപ്പോൾ ഇതിന് കൂടെ യാത്ര ചെയ്യുമൊക്കെ കാണുന്നത് അതിൻ്റെ പുറം പാളിയിൽ മാത്രം കാണുന്നതാണ്. തീർച്ചയായും ഇതിന് ആളുകളെ വിളിക്കുമ്പോൾ ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഇതര മതത്തിൽ സഹോദര മതത്തിൽപ്പെട്ട ഒരാളെ വിളിക്കുമ്പോൾ അയാൾ പറയുന്ന പല കാര്യങ്ങളും ഈ സംഘാടകരോട് സംസാരിക്കുന്നുണ്ടാവാം. ഇതിൽ സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് തന്നെ നല്ല സ്വാധീന ശക്തി ഉണ്ടാവാം. അപ്പോൾ അവർ പലതും പറയുന്നുണ്ടാവാം, മുമ്പ് കഴിഞ്ഞ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഓരോ സംവാദങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ജാഥാ നായകനും ജാഥാംഗങ്ങളും മാത്രമല്ല ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനെ സംഘടിപ്പിക്കുന്ന തൃശ്ശൂരൊക്കെ തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലുള്ള സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. കോട്ടയത്ത് ചെന്നപ്പം അവിടുത്തെ പിന്നെ പ്രസ്സുകൾ, അതുപോലെ തന്നെ പുസ്തകശാലകൾ പോവുകയുണ്ടായി. അപ്പോൾ ഒരു സാംസ്കാരിക മുഖം ഇതിന് നൽകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുബന്ധമായി ഈ സഞ്ചാരത്തിൻ്റെ അനുബന്ധമായി പല കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒന്നുകൂടി ഏറ്റവും എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, സംഗതി എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അതിൻ്റെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ, രാഷ്ട്രീയമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴും സംഘടനാപരമായും ചില ഗുണങ്ങൾ, വലിയ ഗുണങ്ങൾ അതിനുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയാണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് തെറ്റായ കാര്യമല്ലല്ലോ. അതും ഒരു ലക്ഷ്യമാണല്ലോ. സംഘടന ശക്തിപ്പെടുമ്പോഴാണല്ലോ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, സോൺ തലത്തിൽ വരെ ഈ നേതാക്കൾ ചെല്ലുന്നു, അവർ സംസാരിക്കുന്നു. ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ടവരെല്ലാം ആ കാര്യങ്ങൾ ചെയ്യുന്നു. സംഘടനയ്ക്കകത്ത് വലിയ ഉണർവുണ്ടാവുന്നു. സംഘടനയ്ക്കകത്തുള്ള ആളുകൾ മറ്റ് മതസ്ഥരുമായി, ഇതുവരെ മറ്റ് രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ, പത്രക്കാരായ ആളുകൾ, ഇവരൊക്കെയായിട്ടുള്ള പരിചയം ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെ സംഘടന ഇതിനകത്ത് വലിയ നിലയിലുള്ള വേരാഴ്ത്തുന്നതിനുള്ള, സംഘടനയ്ക്കൊരു ഉണർവുണ്ടാക്കുന്നതിനുള്ള, പ്രത്യേകിച്ച് പ്ലാറ്റിനം ഇയറിൽ പ്ലാറ്റിനം സമ്മേളനത്തിലേക്ക്, സമാപന സമ്മേളനത്തിലേക്ക് തൃശ്ശൂരിലേക്ക് പോകുന്നതിന് മുമ്പായി പ്ലാറ്റിനം ഡിസംബർ അവസാന എന്താണ് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയ യുവജന സമ്മേളനത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ശരിയായ മണ്ണൊരുക്കൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുണ്ടാക്കുന്ന സാമൂഹിക ദൗത്യം എന്ന് പറയുന്നത് ഒരു തീവ്രവാദത്തിലേക്കും വഴുതി പോവാത്ത, ഒരു സാമൂഹിക വിരുദ്ധ പ്രക്രിയയിലേക്കും വഴുതി പോവാത്ത, ഒരു മയക്കുമരുന്നിലേക്കോ ലഹരിയിലേക്കോ വഴുതി പോവാത്ത ഒരു യുവത, ഉത്തരവാദിത്വ ബോധമുള്ള, മനുഷ്യപ്പറ്റുള്ള ഒരു യുവതയെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ മാനവ സഞ്ചാരം മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം മാനവ സഞ്ചാരം നടക്കുന്നത് SYSന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ചാണ്. 70ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന പദ്ധതികൾ സംഘടന ആസൂത്രണം ചെയ്തു. അതിൻ്റെ ഒരു സമാപന പരിപാടിയാണ് തൃശ്ശൂരിൽ ഈ ഡിസംബർ അവസാനത്തിൽ നടക്കാൻ പോകുന്ന യുവജന സമ്മേളനം. നമ്മൾ SYS എന്ന ഈ സംഘടനയെ കൂടി ഒന്ന് വിലയിരുത്തേണ്ട, ഈ സംഘടന കടന്നു വന്ന വഴികൾ, അത് മുന്നോട്ട് വെച്ച പ്രമേയങ്ങൾ, ഇതെല്ലാം കൂടി ചർച്ച ചെയ്യേണ്ട ഒരു സമയം കൂടിയാണല്ലോ ഇത്. ഇപ്പോൾ SYSന്റെ ഒരു പിറവി എന്ന് പറയുന്നത് 1954 SYS ജന്മം കൊള്ളുന്നത്. അന്ന് സമസ്തയായിരുന്നു, മുസ്ലിങ്ങളുടെ ആധികാരികമായ സംഘടന. അന്നും ഇന്നും സമസ്ത തന്നെയാണ്. അപ്പോൾ സമസ്തയുടെ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അന്ന് താനൂരിൽ സമസ്തയുടെ ഒരു വാർഷിക സമ്മേളനം നടക്കുന്ന ഘട്ടം. ആ സമയത്താണ് യുവജന സംഘടന എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ, ഒരു യുവജന സംഘടന ആവശ്യമാണ് എന്ന രീതിയിലേക്ക് ചർച്ചകൾ ഉയർന്നു വരുന്നത്. ആ ചർച്ചകൾക്ക് വലിയ തോതിൽ അന്നത്തെ പണ്ഡിതന്മാർ അതിന് വലിയ തോതിൽ പ്രോത്സാഹനം നൽകുകയും ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ട് 1954 ഏപ്രിൽ 24 ഞാൻ ഓർക്കുന്നത്. ഏപ്രിൽ 24 കോഴിക്കോട്ട് വെച്ചിട്ടാണ് SYS രൂപീകരിക്കപ്പെടുന്നത്. 1954 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിഭക്ത സമസ്തയുടെ കാലത്താണ്. 1989 സമസ്തക്കകത്ത് പിളർപ്പുണ്ടാകുന്നതും ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം ഇങ്ങോട്ട് വരികയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംയുക്തമായിട്ട് നിന്നിരുന്ന അവിഭക്ത സമസ്തയുടെ കാലത്താണ് SYSന്റെ കടന്നുവരവ്. SYS കടന്നു വന്ന സമയത്ത് SYSന് മുന്നിൽ ഒരുപാട് വൈതരണികൾ ഉണ്ടായിരുന്നു. മാഷിക്ക് ആ ചരിത്രം അറിയാവുന്നതാണ്. കാരണം രാഷ്ട്രീയക്കാരൊക്കെയും ഈ സംഘടനയെ വലിയ ഭീതിയോടെയാണ് കണ്ടത്. കാരണം ഒരു മതസംഘടന, യുവജന സംഘടന രൂപീകരിക്കുന്നു, അത് ജനങ്ങളിലേക്ക് അടുക്കുന്നു, ജനങ്ങളുടെ സാമൂഹ്യക്ഷേമങ്ങളിലേക്ക് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ
രാഷ്ട്രീയ പാർട്ടികളുടെ അസ്തിത്വത്തെയാണത് ചോദ്യം ചെയ്യുക. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണിയാകുമെന്ന ഒരു പേടി അവർക്കകത്തുണ്ടായി. പ്രത്യേകിച്ചും സലഫിസ്റ്റ് മൂവ്മെന്റുകൾക്ക്, സലഫി സംഘടനകളാണ് ഈ കാര്യത്തിൽ അന്ന് സമസ്തയുടെ ഏറ്റവും, അന്നും ഇന്നും ആയാലും സമസ്തയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സലഫി വിഭാഗം തന്നെയാണ്. പിന്നീട് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പേരിൽ ഇസ്ലാം പലപ്പോഴും പഴി കേൾക്കേണ്ടി വന്നതും ഈ സലഫിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് പലരും പുറത്തേക്ക് പോയ സന്ദർഭത്തിലാണ് നമുക്കറിയാം. അപ്പോൾ ആ ഘട്ടത്തിൽ SYSനെ അടിച്ചിരുത്താൻ വേണ്ടി പല ശ്രമങ്ങളും ഉണ്ടായി. അന്ന് രാഷ്ട്രീയമായ എന്തെങ്കിലും വിഷയങ്ങളിൽ SYS ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഉടൻ രാഷ്ട്രീയക്കാരിളകും. അത് EMS ഒക്കെ ഉള്ള കാലത്താണ്. EMSനെ പോലത്തെ ആളുകൾ പറയേണ്ടത് നിങ്ങൾ എന്തിനു തലയെക്കെട്ടുകാർ പറയുന്നു എന്ന് ചോദിക്കും. ഇനി അതല്ല, നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിനിവിടെ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് SYS എന്ന് ചോദിച്ച് പരമാവധി ഇതിനെ അടിച്ചിരുത്താൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇതിൻ്റെ ഒരു ചരിത്രം മാറുന്നത് 1975-ലാണ്. 75-ൽ കാന്തപുരം ഉസ്താദ് വർക്കിംഗ് സെക്രട്ടറി ആയിക്കൊണ്ട് ഈ SYSലേക്ക് കടന്നു വരുന്നതോടുകൂടിയാണ് SYSൻ്റെ ഒരു പ്രവർത്തനത്തിൽ വലിയ ബൂം ഉണ്ടാകുന്നത്, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഉസ്താദും അന്ന് ചാപ്പനങ്ങാടി ഉസ്താദുമായിരുന്നു. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് പ്രസിഡന്റും ഉസ്താദ് ആക്ടിംഗ് സെക്രട്ടറിയുമായിട്ടായിരുന്നു സംഘടന. 1976-ൽ പിന്നീട് പുനഃസംഘടന വന്നപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹം എന്ന് നമ്മൾ ഇന്നും ഏറെക്കുറെ അഭിമാനത്തോടുകൂടി ഈ മലയാള മണ്ണിൽ സുന്നത്ത് ജമാഅത്തിന് ഇത്രയും ശക്തമായ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ബീജപാപം പകർന്ന ആൾ എന്ന് നമ്മൾ ഉയർത്തിക്കാട്ടുന്ന EK ഹസൻ മുസ്ലിയാർ പ്രസിഡന്റും ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായിക്കൊണ്ട് ഒരു കമ്മിറ്റി വന്നതോടുകൂടി ഇതിന് ഒരു ചടുലത കൈവന്നു. യുവജനങ്ങളുടെ അന്ന് ഉസ്താദിന്റെ യുവത്വ കാലമാണല്ലോ, ഉസ്താദ് സജീവമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന കാലഘട്ടത്താണ്. അപ്പം അങ്ങനെ SYS രൂപീകൃതമാവുകയും ആ സമയത്ത് കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ, അന്ന് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ആ സമൂഹത്തിൽ നടക്കുന്ന ഒരു സമയത്താണ് 75 കാലഘട്ടം എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് SYSന് ഒരു ബൂം ഉണ്ടാക്കാൻ സാധിച്ചു. SYS കുറെ കൂടി ആളുകളിലേക്ക് എത്തണം. അങ്ങനെയാണ് 1978-ൽ മാനാഞ്ചിറയിൽ സമസ്തയുടെ സമ്മേളനം നടക്കുന്നത്. ആ സമസ്തയുടെ സമ്മേളനത്തിൽ SYSനെ കൂടുതൽ ചലിപ്പിക്കാൻ, SYSനെ ഒന്ന്, അതിനു മുമ്പ് 1961-ലെങ്ങാണ്ടാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 60-61 ആ കാലഘട്ടത്തിലാണ് SYSനെ സമസ്ത ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്, സമസ്തയുടെ ഒരു കീഴ്ഘടകമായിട്ട് SYS മാറുന്നത്. ഈ 78-ലെ മാനാഞ്ചിറ സമ്മേളനത്തിൽ 2 കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒന്ന്, എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും മഹല്ല അടിസ്ഥാനത്തിൽ യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കണമെന്നത്. അത് വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം യൂണിറ്റ് തലങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ഇടയിലേക്ക് ഇടിച്ചു കയറി SYSന് കടന്നു ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ ആ വെല്ലുവിളി സമൂഹം ഏറ്റെടുക്കുകയും 10,000-കണക്കിന് യൂണിറ്റുകൾ ഉണ്ടാകുന്നതിലേക്ക് അത് വളരുകയും ചെയ്തു. രണ്ടാമത് SYS അന്ന് മുന്നോട്ട് വെച്ചത് വിദ്യാഭ്യാസ ശാക്തീകരണമായിരുന്നു. ഒരു യുവജന സംഘടന ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രാഥമികമായ ഘടകം, പ്രാഥമികമായ ഉത്തരവാദിത്വം അത് തന്നെയാണ്. ജനങ്ങളെ പ്രബുദ്ധരാക്കുക, അതിന് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വേണം. ആ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വേണമെന്ന SYSന്റെ തീരുമാനത്തിന് പുറത്താണ് പിന്നീട് മർക്കസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വരുന്നതും വിദ്യാഭ്യാസ രംഗത്ത് SYS വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നതും. പിന്നീട് ഇങ്ങോട്ടുള്ള SYSന്റെ ചരിത്രം എന്ന് പറയുന്നത് 1989-ലെ പിളർപ്പിന് ശേഷവും SYS കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ സുശക്തമായിട്ട് നിലനിൽക്കുകയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധിയായ മുദ്രാവാക്യങ്ങൾ SYS ഏറ്റെടുത്തിട്ടുണ്ട്. നിരവധിയായ മുദ്രാവാക്യങ്ങളിൽ SYSന്റെ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ടും വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് ആ സമ്മേളനങ്ങളൊക്കെ പോവുകയും പിറകെ SYS എന്ന് പറയുന്നത് ഒരു മതസംഘടന എന്ന ലേബലിൽ നിന്ന് മാറിയെന്ന് പറയുമ്പോൾ മതസംഘടനയുടെ എല്ലാ അസ്തിത്വങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ, മതസംഘടന എന്ന നിലയിലുള്ള എല്ലാ അതിർവരമ്പുകളും സൂക്ഷിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് ഒരു ഇസ്ലാം മതസംഘടനയ്ക്ക് സാമൂഹ്യമായിട്ട് ഇടപെടാൻ കഴിയുമെന്ന് SYS തെളിയിക്കുന്ന ജൈത്രയാത്രയുണ്ട്. അതിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് SYSന്റെ സാന്ത്വനം പദ്ധതി. നിരാലംബരായ മനുഷ്യർക്ക് സാന്ത്വനം നൽകുന്നതിന് വേണ്ടി ഈ യൂണിറ്റുകളിലെല്ലാം 6000-ലധികം യൂണിറ്റുകൾ SYSനുണ്ട്. ഈ 6000 യൂണിറ്റുകളിലും സാന്ത്വനം വളണ്ടിയർമാരുണ്ട് എന്നതാണ്. 50,000-ലധികം വരുന്ന വളണ്ടിയർമാരെ സാന്ത്വനത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഈ സമ്മേളനത്തിന് വേണ്ടിയായിട്ട് ഉസ്താദ് പുതിയ വളണ്ടിയർമാരെ നമുക്ക് പിന്നെ സമൂഹത്തിന് സംഭാവന നൽകുന്ന ഒരു ചടങ്ങും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ നിലയിലേക്ക് സാമൂഹ്യ ബന്ധങ്ങളിലേക്കും ആളുകളുടെ പ്രശ്നങ്ങളിലേക്കും അവരുടെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമല്ലേ മുസ്തഫ ബാഷി, ഒരു വേദനിക്കുന്ന ഘട്ടത്തിൽ, ഒരു രോഗം വന്ന് കിടപ്പിലാകുന്ന ഘട്ടത്തിൽ നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന പ്രവർത്തനം അതാണ്. ജീവിതത്തിൽ ഇടപെടുക എന്നുള്ളത് അല്ലാണ്ട് പ്രത്യയശാസ്ത്രം കൊണ്ടൊന്നും ഇല്ല പറ്റില്ല. അപ്പൊ ആ നിലയിലേക്ക് സാന്ത്വനത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് ഒരു നാട്ടിലൊരു മയ്യത്ത് പരിപാലനം ചെയ്യാൻ
ആളില്ലെങ്കിലും പ്രശ്നമില്ല, അതിനും SYSന്റെ സാന്ത്വനം വളണ്ടിയർമാർ തയ്യാറാണ്. ഒരു രോഗി, കിടപ്പ് രോഗിയെ സ്വന്തം വീട്ടുകാർ പോലും, സ്വന്തം മക്കൾ പോലും, സ്വന്തം ഭാര്യ പോലും തൊടാനിറക്കുന്ന രീതിയിൽ കിടപ്പിലായി പോകുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് കൈത്താങ്ങാവുകയാണ് SYSന്റെ യുവജന സംഘം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിലയിലേക്ക് ശക്തി ആർജിച്ച ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ യാത്ര ഈ കേരളത്തിലുടനീളം നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ സാമൂഹിക മാറ്റത്തിന് നാന്ദി കുറിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. 1999-ലും 2012-ലും കേരളയാത്ര നടന്നു ഉസ്താദിൻ്റെ. 2012-ലെ കേരളയാത്രയിൽ സിറാജിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു പല ജില്ലകളിലും. അപ്പം ആ സമയത്ത് അന്ന് ആ കേരളയാത്ര ഉണ്ടാക്കിയൊരു ഓളമുണ്ട്. ആ കേരളയാത്രയിൽ മാനവികത, മനുഷ്യപ്പറ്റ്, മനുഷ്യത്വം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഇന്ന് സമൂഹം ഇത്തരം വിഷയങ്ങൾ, പുതിയ തലമുറയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങൾ അന്യം നിന്ന് പോകുന്ന ഒരു ഘട്ടത്തിലാണ്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ കേവലം നമ്മൾ ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയമല്ല എന്ന് ഉത്ബോധനം ചെയ്തുകൊണ്ട് SYSന്റെ നേതാക്കന്മാർ ത്വഹ തങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അസ്ഹരി ഉസ്താദും നടക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഓളം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അസ്ഹരി ഉസ്താദ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ യാത്ര അവസാനിക്കുന്നതോടുകൂടി മാനവസഞ്ചാരം അവസാനിക്കുന്നില്ല. മാനവസഞ്ചാരത്തിന് തീർച്ചയായിട്ടും തുടർച്ചയുണ്ടാകും. മാനവസഞ്ചാരത്തിനകത്ത് വരുന്ന ചർച്ചകൾ തീർച്ചയായിട്ടും ക്രോഡീകരിക്കപ്പെടും. അതിനനുസരിച്ച രീതിയിലേക്ക് ഒരു പുതുനാമ്പോടുകൂടി SYSന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഈ മാനവസഞ്ചാരം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. ചരിത്രത്തിൻ്റെ ഭാഗമായി അത് മാറും. മാനവസഞ്ചാരം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയം വലിയ സാമൂഹ്യ ചർച്ചയായിട്ട് മാറും. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുസ്തഫ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഒരു യൂത്ത് ചാർട്ടർ ഇതിനകത്ത് ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഇപ്പം ലിബറൽ പോലത്തെ കാഴ്ചപ്പാട്, ലിബറലിസം, അൾട്രാ ലിബറലിസത്തിലേക്ക് പോകുന്ന യുവാക്കൾ, ആരോട് ഉത്തരവാദിത്തമില്ലാത്ത യുവാക്കൾ, സുഖിമാന്മാർ മാത്രമായി വരുന്ന യുവാക്കൾ, അതൊക്കെ വലിയ സാമൂഹിക പ്രശ്നമാണ്. ആ പ്രശ്നത്തെ മുൻനിർത്തി എങ്ങനെയാണ് യുവസമൂഹത്തെ നമ്മൾ സംസാരിക്കേണ്ടത്, ഏറ്റവും പുതിയ തലമുറയോടെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഒരു യൂത്ത് ചാർട്ടർ ശരിക്കും ഇതിനകത്ത് ഉണ്ടായി വരും. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചർച്ച ഇത് ഒന്നും അവിടെ ഒരു എൻഡ് ഉണ്ടാവില്ല, ഷുവറാണ്. ഇതിനൊരു കണ്ടിന്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അതിൽ നിന്നായിരിക്കും പക്ഷേ ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിരിക്കും പക്ഷേ ഇതിന്റെ നമ്മൾ ഇന്ന് പറയുന്നതിനേക്കാൾ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം പല പദ്ധതികളും അങ്ങനെ SYS ഏറ്റെടുത്ത പദ്ധതികളൊക്കെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. സാന്ത്വനം എന്ന് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത് അങ്ങനെ വരികയാണ്. അങ്ങനെ യുവജനങ്ങളെ കൂടുതൽ പങ്കെടുപ്പിക്കുന്നതിനും മറ്റ് പല വിഭാഗത്തിലുള്ള ആളുകളെ ചേർത്തുകൊണ്ട് ഒരുമിച്ചെടുക്കാവുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വേഗം പറയാം, ഇപ്പം ലിബറലിസം ഞാൻ പറഞ്ഞ വെറുതെ അല്ല, ഞാൻ ആ വാചകം എടുത്തിട്ട് തന്നെയാണ്. കാരണം അൾട്രാ ലിബറലിസത്തിന്റെ പ്രശ്നം മതങ്ങൾ മാത്രമല്ലല്ലോ അനുഭവിക്കുന്നത്, അല്ല, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും ഒരുപോലെ ആശങ്കയുള്ള ഒരു വിഷയമാണ് ഹൗ ടു എൻഗേജ് ദീസ് യൂത്ത് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം അതിനെല്ലാവർക്കും ഒരുമിച്ചിരിക്കാവുന്ന മേഖലകളുണ്ട്. അപ്പോൾ ആ ഒരുമിച്ചിരിക്കാവുന്ന മേഖലകളിലേക്ക് പോകാനുള്ള തുടർ പദ്ധതികൾ കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായും മാനവസഞ്ചാരം വലിയ അവിടെ ആയിരിക്കും, ആ ഭാവിയിലായിരിക്കും ഒരുപക്ഷെ ഇതിന്റെ യഥാർത്ഥ വിളവെടുപ്പ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ SYSന്റെ മാനവസഞ്ചാരം അത് കേരളത്തിൻ്റെ മുക്കും മൂലകളിൽ വലിയ തോതിൽ ഓളമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഡിസംബർ 1 മാനവസഞ്ചാരം തിരുവനന്തപുരത്ത് സമാപിക്കുമെങ്കിൽ പോലും മനുഷ്യരുടെ മനസ്സുകളിൽ നമ്മൾ മനുഷ്യരാണ് എന്ന ബോധമുണ്ടാക്കാൻ, ചിന്തയുണ്ടാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും ജാതി മറന്ന്, രാഷ്ട്രീയം മറന്ന്, മതം മറന്ന് മനുഷ്യർ എന്ന നിലയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന വളരെ അർത്ഥവത്തായ സന്ദേശം സമൂഹത്തിന് നൽകാനും ഈ യാത്രക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ യാത്ര വലിയ വിജയകരമാകട്ടെ, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അതിലേറെ വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. വളരെ നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.